പരിപ്പ് വട നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടല്ലേ? അപ്പം നമ്മുടെ ശ്രീലങ്കൻ സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച് വട കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെമ്മീൻ വട. എൻ്റമ്മേ അപ്പാടെ ടേസ്റ്റാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ വട. നമ്മൾ ചെമ്മീൻ ഇങ്ങനെ പരിപ്പിൽ സ്റ്റഫ് ചെയ്ത് വെച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം മിക്സിയിലോട്ട് നമ്മുടെ സാദാ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു 2 കപ്പ് പരിപ്പിടുക. ഒരു 4 മണിക്കൂറോളം കുതിർക്കാൻ ഇട്ടിട്ടിടണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടൊരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. അതിന് ആ പരിപ്പ് വടയുടെ 2 കപ്പ് എടുത്തുകൊണ്ട് അതിന് ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. കുറച്ച് കായം, ഒരുപാട് ചേർക്കല്ല, കുറച്ച് കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയണം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരഞ്ഞ് നല്ല കുഴഞ്ഞ പരുവത്തിൽ കിട്ടണം കേട്ടോ. അപ്പം ഇതാ നമ്മൾ അരച്ച് വെച്ച പരിപ്പിലോട്ട് കൊഞ്ചുണ്ടല്ലോ, ചെമ്മീൻ, അതിന് കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഒരു സവാള ഫുള്ളായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു കൊഞ്ച് വട കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കൊഞ്ച് വെച്ചിട്ടുള്ള എല്ലാ റെസിപ്പിയും സൂപ്പറല്ലേ? അപ്പം ഈ ഒരു ഫ്രൈഡ് ഐറ്റം കഴിച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല ചായയുടെ കൂടെ ഇതൊന്ന് കഴിച്ചാൽ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആ വട ചെറുതായിട്ടൊന്നെടുത്ത് ഷേപ്പ് ചെയ്താക്കുന്നുണ്ട്. എന്നിട്ട് അതതിൻ്റെ മുകളിലോട്ട് ഒരു നമ്മുടെ കൊഞ്ച് എടുത്തിട്ട് തല കളയാതെ എടുക്കണേ. തല കളയാതെ എടുത്തിട്ട് അതൊന്ന് അതിലോട്ട് ഒന്ന് സ്റ്റഫ് ചെയ്തതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് വരുമ്പോൾ നമുക്ക് കൊഞ്ചും തിന്നാം, പരിപ്പ് വടയും തിന്നാം, പരിപ്പിൻ്റെ വടയും തിന്നാം, കൊഞ്ചും തിന്നാം. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും പോയി ഉണ്ടാക്കി കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. കൊഞ്ച് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടല്ലേ? കൊഞ്ചിൻ്റെ റോസ്റ്റ്, കൊഞ്ച് ബിരിയാണി, അങ്ങനെ എന്തെല്ലാം വെറൈറ്റീസ് അല്ലേ? അപ്പോൾ ഈ ഒരു വെറൈറ്റി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇതാ നമ്മൾ കൊഞ്ചെല്ലാം വെച്ചിട്ട് പരിപ്പിൻ്റെ ആ വടയൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല തിളച്ച എണ്ണയിലോട്ടൊന്ന് വറുത്ത് മൊരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ച് വട, ശ്രീലങ്കൻ സ്പെഷ്യൽ കൊഞ്ച് വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ കൊഞ്ചിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞത് ഈ പരിപ്പിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ മിക്സും കൂടെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഒരു കൊഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ കിട്ടുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ കൊഞ്ച് വട റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെ അല്ലേ? അപ്പോൾ കൊഞ്ചൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർ എന്തായാലും കഴിക്കും കേട്ടോ. അടിപൊളിയാണ് ശരിക്കും. കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് അതുകൂടെ മുക്കി ഇങ്ങനെ കഴിക്കാൻ എന്ത് സ്വാദാണെന്നോ. ശരിക്കും പരിപ്പ് വട ഉണ്ടാക്കുന്നതിലും പരിപ്പ് വട ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ കുറച്ച് കൊഞ്ച് വടയിലൊന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നും ഈ സെയിം ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാതെ കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് വീട്ടിൽ നിന്ന് നല്ല സന്തോഷമായിരിക്കുമല്ലോ. അവർക്കും ഒരു സന്തോഷം, വെറൈറ്റി കഴിക്കുമ്പം അവർ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെ എല്ലാവരും കഴിപ്പിച്ച് നമ്മൾ കഴിച്ചൊക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൊഞ്ച് വട അല്ലെങ്കിൽ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കൊഞ്ച് ചില ടൈമിലൊക്കെ വാങ്ങുന്ന ടൈമിൽ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ആരും ഈ കൊഞ്ച് വട ഉണ്ടാക്കാൻ മറക്കല്ലോ കേട്ടോ.